ഇന്നൊരു സ്പെഷ്യൽ പൊതി കിട്ടിയിട്ടുണ്ട്. സലാലയിലെ എല്ലാ വിഭവങ്ങളും അടങ്ങിയ ഒരു പൊതിയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് കുറച്ച് കായാണ്. ഇത് പൊട്ടുകായൊന്നുമല്ല, നമ്മുടെ ഒത്തിരി വിളഞ്ഞിട്ടുമില്ല, നമുക്ക് തോരനും അവിയലിനും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു കായാണ് കേട്ടോ. ഒരു 1-2 പടല ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഈ സലാലയിലെ ഒരു സ്പെഷ്യൽ സാധനമാണ് നമ്മുടെ കരിക്ക്. നമ്മുടെ നാട്ടിൽ എപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്ന GCC കൺട്രീസിൽ കിട്ടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സാധനമാണ് ഈ കരിക്ക്. പിന്നെ 3-4 തേങ്ങയാണ് കേട്ടോ. നല്ല അപ്പത്തിനും ഓണമൊക്കെ വരികയല്ലേ, കറിക്കും ഒക്കെ അരയ്ക്കാൻ പറ്റിയ തേങ്ങയാണ്. അപ്പം വാഴക്കയും കൊണ്ട് നമുക്ക് ചടപടേന്ന് ഒരു സാധനം ഉണ്ടാക്കാം. ഇതൊരു വാഴക്ക എരിശ്ശേരിയാണ് കേട്ടോ. എല്ലാ നാട്ടിലും ഇങ്ങനെയാണോ ഇതും കൊണ്ട് വാഴക്ക കൊണ്ട് എരിശ്ശേരി വെക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മ എപ്പോഴും വെക്കുന്ന ഒരു എരിശ്ശേരിയാണ് കേട്ടോ വാഴക്ക എരിശ്ശേരി. ഈ അടുത്തിടയ്ക്കാണ് അത് വാഴക്കയാണെന്ന് പോലും എനിക്ക് മനസ്സിലായത്. എരിശ്ശേരിയെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. അതിലെ ഇൻഗ്രീഡിയൻസ് വാഴക്കയായിരുന്നു എന്ന് എനിക്ക് പിന്നാണ് കേട്ടോ മനസ്സിലായത്. പക്ഷേ എൻ്റെ അമ്മച്ചി പറഞ്ഞിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് പരിപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ വാഴക്കയും പരിപ്പും വേവിക്കാൻ വെച്ചു. പിന്നെ തേങ്ങയും പച്ചമുളകും ജീരകവും ചുമന്നുള്ളി കൂടെ ഇടും. ഇച്ചിരി കുറച്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം. ഞാൻ പരിപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് ഇതിനകത്ത് ഇട്ടിട്ടില്ല. എന്നിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക. ഈ വെന്തത് കുറച്ചൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ, നമ്മുടെ വാഴയ്ക്കൊക്കെ ഉടഞ്ഞിട്ടില്ലെങ്കിൽ. ഇതിനെ ഒന്ന് ഉടച്ചെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ച് അരപ്പിട്ടിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ. നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ് കേട്ടോ.